മാനന്തവാടി അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട തലപ്പുഴയിൽ 8 പാവപ്പെട്ട കൈവശക്കാർക്ക് ചില നോട്ടീസ് കിട്ടിയതിനെ തുടർന്നാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ഗഗാറിനും ഞാനും അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കുടുംബങ്ങളുമായിട്ടും സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കൈവശക്കാരെ ഒഴിപ്പിക്കില്ല എന്ന് കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഇവിടുത്തെ കൈവശക്കാരോട് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൽ ഉറച്ച വിശ്വാസമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റാണ് കൈവശ കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകാൻ നിയമപരമായി കഴിയുക. അത് ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചിലർ മുതലെടുപ്പിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. അത് BJP-ക്കാരാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ സംസ്ഥാനത്തിലെ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയുക. അത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ് അക്കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പം അത് ഇവിടുത്തെ കൈവശ കൃഷിക്കാരോട്, കൈവശക്കാരായിട്ടുള്ള ആളുകളോട് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം അത് നല്ല ബോധ്യമുണ്ട്. അപ്പം അതുകൊണ്ട് മുതലെടുപ്പിന് വേണ്ടിയുള്ള BJP ശ്രമം വിജയിക്കില്ല. അതാണ് പറയാനുള്ളത്. ഒരേ സമയം പാർലമെൻറ്റ് ഒരു നിലപാടെടുക്കുകയും മറ്റൊരു നിലപാട് ജനങ്ങളുടെ എടുക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ വഖഫ് നിയമം തന്നെ ഇല്ലാതാക്കാനാണ് BJP ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പാർലമെൻറ്റിൽ അവർ പുതിയൊരു ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. സാർവത്രികമായിട്ട് എതിർപ്പിന് ഇരയായിട്ടുള്ളതാണത്. അപ്പോൾ ഇവിടുത്തെ കൈവശ കൃഷിക്കാരൻ്റെ പേര് പറഞ്ഞിട്ട് ഇസ്ലാം മതവിശ്വാസപ്രകാരം വഖഫ് ചെയ്യാനുള്ള അവകാശത്തിന് നേരെ തന്നെ BJP-ക്കാർ ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അതൊന്നും ഈ നാട്ടിൽ വിലപ്പോവില്ല. കാരണം നാനാവിശ്വാസികളുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഇസ്ലാം മതവിശ്വാസപ്രകാരം വഖഫ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ മുതവല്ലിമാരുണ്ട്. ആ മുതവല്ലിമാർ ചിലപ്പോൾ വ്യക്തികളാവാം, അല്ലെങ്കിൽ കമ്മിറ്റികളാവാം. അനധികൃതമായിട്ട് കയ്യേറ്റം നടന്ന സംഭവങ്ങൾ രാജ്യത്തുടനീളം ഉണ്ടായിട്ടുണ്ട്. വഖഫ് സ്വത്ത് അനധികൃതമായി കയ്യേറ്റം ചെയ്ത വിഷയങ്ങൾ ഇന്ത്യയിലുടനീളമുണ്ട്, കേരളത്തിലുമുണ്ട്. കേരളത്തിലെ വഖഫ് ബോർഡിൻ്റെ നിയന്ത്രണം മഹാഭൂരിപക്ഷം സമയത്തും മുസ്ലിം ലീഗായിരുന്നു. അപ്പോൾ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതേസമയം പലരും പണം കൊടുത്ത് വാങ്ങി വീട് വെച്ച് ചെറിയ ഭൂമിയിൽ തങ്ങൾ താമസം ചെയ്തു വരുന്നുണ്ട്. 30-ലേറെ വർഷം താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒഴിപ്പിക്കലിൻ്റെ ഭാഗമായി നോട്ടീസ് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് പ്രയാസമുണ്ട്. ആ പ്രയാസം പരിഹരിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 വശമുണ്ട്. ഒന്ന് വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുനമ്പത്തെ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിലെ കൈമാറ്റം അംഗീകരിക്കില്ല. കേരളത്തിലെ സർക്കാർ അവിടുത്തെ കൈവശക്കാർക്ക് നികുതി അടക്കാനുള്ള അനുമതി കൊടുത്തു, ഓർഡർ ഇട്ടു. ആ ഓർഡർ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയതാണ്. അപ്പോൾ കോടതി അടക്കം ബോധ്യപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇക്കാര്യത്തിൽ പരിഹാര നടപടികൾ കൈക്കൊള്ളേണ്ടത്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ചർച്ച നടത്തും, തീരുമാനമെടുക്കും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും കൈവശ കൃഷിക്കാരോടുള്ള ഒരു മനോഭാവം കൂടി നാം ഈ ഘട്ടത്തിൽ ഓർക്കണം. ഇതിന് സമാനമായിട്ടുള്ള ഒരു വിഷയമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള കൊട്ടിയൂർ പ്രക്ഷോഭം. കൊട്ടിയൂർ ഇതിൻ്റെ അടുത്താണല്ലോ. കൊട്ടിയൂരിൽ ദേവസ്വം ഭൂമി ഉണ്ടായിരുന്നു. ആ കൊട്ടിയൂർ ദേവസ്വം ഭൂമിയിലാണ് തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും 100 കണക്കിന് കൃഷിക്കാർ വന്ന് കാട് വെട്ടിത്തെളിയിച്ച് ഇവിടെ മണ്ണിൽ കനകം വിളയിച്ചത്. ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയാക്കിയത് കുടിയേറ്റ കർഷകരാണ്. ആ കർഷകർക്ക് അന്ന് കൊട്ടിയൂർ ദേവസ്വം ബോർഡ് അധികൃതന്മാർ നോട്ടീസ് കൊടുത്തു, ഒഴിപ്പിക്കാനുള്ള നോട്ടീസ് കൊടുത്തു. അപ്പോൾ അന്നേരത്ത് ഇന്ത്യയിലെ കർഷക പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് സഖാവ് AKG ഓടിയെത്തി. സഖാവ് AKGയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമാണ് ദേവസ്വത്തിൻ്റെ ഈ ഭൂമിയിൽ കുടിയേറിയിട്ടുള്ള കൃഷിക്കാർ
കൈവശ കൃഷിക്കാരായിട്ടുള്ള ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തപ്പോൾ AKGയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ കൃഷിക്കാരുടെ മുന്നിൽ നിന്നു, അവരുടെ പ്രക്ഷോഭം നയിച്ചു. സഖാവ് AKGയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ കർഷകരുടെ മാർച്ച് തിരുവനന്തപുരത്തേക്ക്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ BJPക്കാരോ മറ്റ് പാർട്ടിക്കാരോ അല്ല കൃഷിക്കാർക്ക് വേണ്ടി ഉറച്ച നിലപാട് കൈക്കൊണ്ടത്. കൈവശ കൃഷിക്കാരന് സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടി ഒട്ടേറെ ത്യാഗപൂർണമായ പോരാട്ടം നടത്തിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കർഷക പ്രസ്ഥാനം. ആ ചരിത്രം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ വന്നത്. മുനമ്പോ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ആ യോഗത്തിൽ ഇവരുടെ ആശങ്ക കൂടെ ചർച്ചയാകുമല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഹൈക്കോടതി വിധി ഒരു ഭാഗമാണ്. മുനമ്പം വിഷയത്തിലും ഹൈക്കോടതി വിധിയുണ്ട്. ആ ഹൈക്കോടതി വിധിയിൽ പറയുന്ന ഒരു കാര്യം, വഖഫ് ചെയ്യപ്പെട്ട ഭൂമി കൈമാറ്റം ചെയ്യാൻ അധികാരമില്ല എന്നതാണ്. അപ്പോൾ ഒരു നിയമപ്രശ്നം അതിലുണ്ട്. അപ്പോൾ ആ നിയമപ്രശ്നം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിച്ച് കൈവശക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭൂമിയുടെ മേലെയുള്ള അവകാശം സ്ഥിരപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അത് ഗവൺമെൻറ് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്തെങ്കിലും മുഖ്യമന്ത്രിയിൽ നിന്നൊരു ഉറപ്പ് ആരും പ്രതീക്ഷിക്കില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മിപ്പിച്ചല്ലോ, എല്ലായിടത്തും കൃഷിക്കാർക്കൊപ്പം. ഈ നിയമം പുനഃപരിശോധിക്കണമെന്നുള്ള ഒരു നിലപാട് CPM-നുണ്ടോ? ഏത് നിയമം? വഖഫ് നിയമം. അല്ല, വഖഫ് നിയമത്തിലെ വകുപ്പ് 91 അനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭൂമി ഏറ്റെടുക്കാം. അപ്പോൾ പിന്നെ നിയമത്തിൻ്റെ ഭേദഗതിയുടെ യാതൊരു ആവശ്യമില്ലല്ലോ. അത് സംസ്ഥാന ഗവൺമെൻറ്റിനെ ചെയ്യാൻ പറ്റൂ. കേന്ദ്രത്തിന് മുൻകാല പ്രാബല്യത്തോടു കൂടി ഈ വഖഫ് നിയമത്തിൽ മാറ്റം വരുത്താനൊന്നും കഴിയില്ല. കേന്ദ്ര നിയമമാണത്. പക്ഷേ ആ നിയമം അനുസരിച്ച്, വകുപ്പ് 91 അനുസരിച്ച് ഈ പറയുന്ന ഭൂമി സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പറ്റും. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് വേറെ പറയാം. അല്ല, നമ്മൾ ഇവിടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അനുസരിച്ച് പ്രചരണം നടത്താൻ പറ്റില്ലല്ലോ. ഇവിടെ ഞങ്ങൾ ഈ കൃഷിക്കാർ ആശങ്കയിലായിട്ടുള്ള സാഹചര്യത്തിൽ മുതലെടുപ്പ് നടത്താൻ BJPക്കാരും മറ്റും വന്ന സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ വന്നത്. ആശങ്കപ്പെടേണ്ട, അവരോടൊപ്പം ഇടതുപക്ഷ പ്രസ്ഥാനമുണ്ട് എന്ന കാര്യം അറിയിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. വേറെ വാഗ്ദാനം നൽകാനല്ല. പരിശോധിക്കുമ്പോൾ പട്ടയം കിട്ടിയ ആളുകൾ വരെ ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ എല്ലാവരും വില കൊടുത്ത് വാങ്ങിയെന്നാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. അല്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. അവർക്കിപ്പം ബോധ്യമായിട്ടുണ്ട്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് പറയുന്നത് ഒരു ശരിയല്ലല്ലോ. ഹിയറിങ്ങിനും അതോടൊപ്പം വരുന്ന ദിവസം സൂം മീറ്റിങ്ങിലൊക്കെ കൂടാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്താ നിർദ്ദേശം കൊടുത്തത്? അത് സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അല്ല, അത് അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. അവരോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്.